ഈ പടത്തിനകത്ത് എന്നോട് ആദ്യം വിളിക്കുമ്പോൾ തന്നെ എന്നോട് നിവിൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്. നിവിൻ ചേട്ടൻ്റെ നായികയായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം ഇങ്ങനെ സെറ്റാവും, അല്ല അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ പടത്തിനകത്ത് അങ്ങനെ കെമിസ്ട്രി എന്നൊന്നും പറയത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കൃഷ്ണ സോങ്ങിൽ കണ്ട പോലെ തന്നെ കൃഷ്ണയുടെ പുറകെ നടക്കുന്ന ഒരു ഒരു പൂവാലൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത്. ആ സോങ്ങിലുള്ള പോലെ തന്നെയാണ് പടത്തിലും ഉള്ളത്. സോ ഇപ്പം നിവിൻ ചേട്ടനാണെങ്കിലും സെറ്റിൽ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസമായിട്ടുള്ളൊരു ആളാണ്. എനിക്ക് തോന്നുന്നു ആ റാപ്പോ നൈസായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതെ. പക്ഷേ നേരത്തെ മഞ്ചേഷ് പറഞ്ഞ പോലെ ഒരു ഭാഗ്യനായിക എന്നൊന്നും ആ പട്ടൊന്നും ഞാൻ എടുത്തിടുന്നില്ല. ഒരു സിനിമ പൊട്ടിപ്പോകുന്നവരേ ഉള്ളൂ. സോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന, അതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രം എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പം നല്ല സിനിമയുടെ ഭാഗമാവുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 സിനിമകളാണെങ്കിലും ഒക്കെ നല്ല ടീമിൻ്റെയും നല്ല സിനിമയുടെയും ഭാഗമാവാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പം ഇതാണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യ ആണെങ്കിലും നല്ലൊരു ക്രൂ ആണിത്. സോ അങ്ങനെ നല്ല ടീമിൻ്റെ ഭാഗമാകുമ്പോൾ നല്ല സിനിമകൾ കിട്ടുന്നു എന്ന് ഞാനും കരുതുന്നു. ഇപ്പം നമുക്കറിയാം നിവിനും നിവിൻ ചേട്ടനും ഉണ്ട്, അതുപോലെ തന്നെ ധ്യാനും ഉണ്ട്. അപ്പം മലയാളികൾക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ നമ്മൾ മലയാളി എന്ന് പറയുമ്പോൾ മുണ്ട്, ഷർട്ട്, റൈബൻ ഗ്ലാസ്, നമ്മുടെ കൂട്ടുകെട്ട്. അപ്പം അതുപോലെ കൂട്ടുകെട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കുമോ ഈ മലയാളി ഫ്രം ഇന്ത്യ? ഇപ്പോൾ ഇവരുടെ കോംബോ ആദ്യമായിട്ടാണ്. അല്ല, എല്ലാം നീ പറഞ്ഞില്ല. ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ കടമെടുക്കാൻ പോകുന്ന ഓരോ വാക്ക് അത് നിനക്ക് കണക്റ്റ് ആയിട്ടുള്ളതാണ്. കൂട്ടുകെട്ട്, സൗഹൃദം, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാം അഹങ്കാരം, ഇതെല്ലാം നമ്മളുടെ വികാരമല്ലേ. ഇതേപോലെ നമുക്ക് എല്ലാ രീതിയിലും കണക്ട് ആവുന്നു. സൗഹൃദം മാത്രമല്ല, എല്ലാം ഉണ്ട്. ചെറിയ വികൃതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പകുതി പ്രായ പെണ്ണിൻ്റെ പുറം കണക്കില്ല. അതാണ് ഞാൻ പറയുന്നത്. എല്ലാം അടങ്ങുന്ന കുറേ ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ആൽബർട്ട് ഗോപി. അയാളും അയാളുടെ സുഹൃത്തായ മൽഘോഷ്. സുഷിൻ ശ്യാം എല്ലാം ഇത്രയും പോപ്പുലറായി നിൽക്കുന്ന സമയത്ത് ജെയ്ക്സ് ബിജോയിനെ കൊണ്ടുവരാൻ എന്താ കാരണം? അത് ബേസിക്കലി ജെയ്ക്സ് ബിജോയിനെ കൊണ്ടുവന്നൊന്നുമല്ല. അദ്ദേഹം ഞാൻ ക്വീൻ ചെയ്ത സമയത്ത് ജെയ്ക്സ് ആയിരുന്നു. അപ്പം എൻ്റെ ആ സമയം മുതലേ ഞാൻ ബേസിക്കലി മ്യൂസിക് ഡയറക്ഷൻ ആഗ്രഹിച്ച് നടന്ന ആളാണ്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു ജെയ്ക്സിൻ്റെ മലയാളി എന്ന് പറഞ്ഞ ആൽബം. അങ്ങനെയാണ് ഞാനൊരു ആൽബം ചെയ്യാൻ ശ്രമിക്കുകയും ലാ കൊച്ചിൻ എന്ന് പറഞ്ഞൊരു ആൽബം ഒക്കെ ചെയ്താണ് നീതേട്ടനെ പാടിപ്പിക്കുക വെച്ചത്. അപ്പം ജെയ്ക്സിലൂടെ ഞാൻ വന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് കംഫർട്ടബിളായി. അപ്പോൾ അതിനുശേഷം ജെയ്ക്സ് തന്നെയാണ് ക്വീൻ ചെയ്തത്, ജനഗണമനയും ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പം അതൊരു സൗഹൃദമാണ്. ഞങ്ങളൊരു ആസ് എ ടീം വർക്ക് ആവുന്നുണ്ട്. എല്ലാ രീതിയിലും കണക്റ്റ് ആവുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സുഷിനെ എനിക്ക് നമ്മളെല്ലാം ഭയങ്കര ഇൻസ്പയർഡ് അല്ലേ സുഷിൻ്റെ വർക്ക്, ഇപ്പോൾ മഞ്ഞുമേലിലൊക്കെ. അപ്പോൾ ജെയ്ക്സും ഭയങ്കര ഇൻസ്പയർഡ്. ഞങ്ങൾ തമ്മിൽ ആ പാട്ടുകൾ കേൾക്കുകയും അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള മെയിൻ പാട്ടുകളൊക്കെ അത് തന്നെയല്ലേ. പക്ഷെ ആസ് എ സിനിമ വരുമ്പോൾ ഞാനും ജെയ്ക്സും കുറച്ചും കൂടെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ആസ് എ ടീം വർക്ക് ചെയ്യുന്നത്. അല്ല, ഷാരിസും എല്ലാവരും പറഞ്ഞ പോലെ ഈ സിനിമ എല്ലാവർക്കും കണക്ട് ആവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്, മലയാളികളുടെ പടമാണ്. ഇതിനകത്ത് അതിൻ്റെ പ്രിമൈസും അതിൻ്റെ കഥയും ഈ എല്ലാം ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരിക. നാളെ ബുധനാഴ്ചയാണ് ഡിജോ പറഞ്ഞു. നമ്മൾ ബുധനാഴ്ച അങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്യാറില്ല. വേറെ പടങ്ങളുള്ളതുകൊണ്ട് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്ത് പിന്നെ മെയ് 1 എല്ലാം വെച്ചിട്ടാണ് നാളെ റിലീസ് ചെയ്യുന്നത്. എല്ലാവരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇപ്പം നേരത്തെ ഡയറക്ടർ പറഞ്ഞല്ലോ, തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് തല കുനിച്ച് ഒരു മലയാളിക്കും ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ആ കോൺഫിഡൻസ് നിവിൻ പോളിക്കുണ്ടോ? മലയാളിയല്ലേ? അല്ല, പുള്ളിയുടെ പെർസ്പെക്റ്റീവ്. അല്ല, ഡയറക്ടർ കാണുന്ന ഒരു പെർസ്പെക്റ്റീവിലല്ലോ ഞാൻ സിനിമ കാണാം. എനിക്ക് ഈ സിനിമ കണ്ട് എനിക്കൊരു തൃപ്തി കിട്ടിയിരുന്നു. രസമുണ്ടല്ലോ സിനിമ. നമ്മൾ പറഞ്ഞതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എ ഫിലിം മേക്കർ അതിൻ്റെ ക്യാമറ വർക്ക് ആണെങ്കിലും എഴുത്താണെങ്കിലും എല്ലാം വളരെ രസകരമായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ലിജോയുടെ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനശ്വരയുടെ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു നടി എന്ന നിലയിൽ അങ്ങനെ ഒരു
ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും വലിയൊരു ഉത്തരവാദിത്തമല്ലേ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയുക?